ഡോക്ടർ, പ്രഗ്നന്റ് ആണെന്ന് അറിയാതെ ഇന്നലെ കുറച്ച് പൈനാപ്പിൾ കഴിച്ചു. എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുമോ? എത്ര ടെൻഷൻ അടിച്ചിട്ടായി ക്വസ്റ്റ്യൻ വരുന്നതെന്നറിയോ? പലപ്പോഴും കാണുന്നതാണ്. പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പപ്പായ, പൈനാപ്പിൾ, ഈവൻ ഈത്തപ്പഴം പോലും ഡൈനിങ് ടേബിളിന് പുറത്താണ്. ഇത് കഴിച്ചാൽ ഗർഭം അലസിപ്പോന്ന് പേടിപ്പിക്കാൻ അമ്മമാരും. അധികം ആരും മാറ്റാൻ ആഗ്രഹിക്കാത്ത ഈ ശീലം സത്യം പറഞ്ഞ ഒരു മിത്താണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഒക്കെ ഒഴിവാക്കാൻ ഈ ഡോക്ടർമാരെ കണ്ട് ബുദ്ധിമുട്ടാതെ 1 കിലോ പൈനാപ്പിൾ അങ്ങ് വാങ്ങിച്ചു കഴിച്ചാൽ പോരെ. ഇന്നേ വരെ ഒരു പഠനങ്ങൾ തെളിയിക്കാത്തതും ഒരു സയന്റിഫിക് ബേസിസും ഇല്ലാത്ത ഈ കാര്യം ഒരു ഡോക്ടർ പോലും തന്റെ സിലബസിലോ ഈവൻ ഒരു ഗൈഡ് ലൈനിൽ പോലും വായിക്കാത്തതുമാണ്. ആകെ കൂടെ തപ്പിയാൽ കിട്ടുന്നത് പച്ച പപ്പായയിലും പൈനാപ്പിളിലും മറ്റുള്ള പപ്പൈൻ, ബ്രോമലൈൻ തുടങ്ങിയ എൻസൈംസിന് പ്രോട്ടോളിറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്നും ചിലപ്പോൾ ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകൾ മാത്രമാണ്. അതുപോലും പ്രൂവൺ അല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരാണ് ഇതൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്നത്? നമ്മൾ അറ്റ്ലീസ്റ്റ് പാചകം ചെയ്തിട്ടല്ലേ കഴിക്കുള്ളൂ. പഴുത്ത പപ്പായക്കോ പൈനാപ്പിളിനോ യാതൊരു പ്രോബ്ലവും ഇല്ല, ധൈര്യമായിട്ട് കഴിച്ചോളൂ. പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ ടെൻഷൻ അടിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ. മനം പുരട്ടലും ഛർദിലും ഒക്കെ ആയിട്ട് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഞാൻ എന്റെ പേഷ്യൻസിനോട് ആകെ പറയാറുള്ളത്, നിങ്ങൾക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് കഴിച്ചോളൂ എന്നാ. അത് പപ്പായ ആയാലും പൈനാപ്പിൾ ആയാലും.